أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം യഥാവിധി പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റിയും ബിദ്അത്തുകൾ ജീവിതത്തിൽ നിന്ന് കൈയൊഴിച്ചുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കി. പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പ്രവാചകനോട് സ്നേഹമുള്ള ആളുകളൊക്കെ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ബിദ്അത്തുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക, ഈ ഒരു രൂപത്തിലാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നതാണ് മൊത്തത്തിൽ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ വിഷയം. പക്ഷേ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാത്ത രൂപത്തിൽ സുന്നത്തുകൾ തിരസ്കരിക്കുകയും ബിദ്അത്തുകൾ വാരിപ്പുണർന്നുകൊണ്ടൊക്കെയാണ് പ്രവാചക സ്നേഹമെന്നാണ് പല ആളുകളും തെറ്റായി മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു സുന്നത്തുകൾ പോലും പ്രാവർത്തികമാക്കാൻ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അവർ തയ്യാറല്ല. മറിച്ച് ബിദ്അത്തുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യാൻ അവർ മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഇത് സത്യത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ല, അനാദരവാണ് എന്നതാണ് പ്രത്യേകമായി നാം മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചതാണ് തിങ്കളാഴ്ച ദിവസം നിങ്ങളൊക്കെ നോമ്പെടുക്കുക. അതിന് കാരണമായി അവിടുന്ന് പറഞ്ഞു, അത് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം നിങ്ങൾ നോമ്പെടുക്കുക, കാരണം അത് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് എന്റെ ജന്മദിനമായതുകൊണ്ട് അന്ന് നിങ്ങൾ നോമ്പെടുക്കുക, തിങ്കളാഴ്ച ഞാൻ നിങ്ങൾക്ക് നോമ്പ്
സുന്നത്താക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എത്ര ആളുകൾ ആ നോമ്പെടുക്കാൻ തയ്യാറായി, പകരം നമ്മൾ എന്താണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയൊക്കെ ചെയ്തത്? ഇതാണ് പ്രവാചക സ്നേഹം മനസ്സിലാക്കുന്നതിൽ മുഖ്യ വിഷയമായി നാം കാണേണ്ടത്. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ വേണ്ടി സമൂഹത്തോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോൾ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ എത്ര ആളുകൾ ആ നോമ്പെടുക്കാൻ തയ്യാറായി നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. മറിച്ച് അത് തയ്യാറാകുന്നതിന് പകരം അന്ന് ആളുകൾക്ക് ആഹാരം വിളമ്പിയിട്ട് ആ ഒരു രൂപത്തിൽ ആളുകൾ ആ നോമ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പരിശ്രമമാണ് ഉണ്ടായത് എങ്കിൽ എവിടെയാണ് സഹോദരന്മാരെ പ്രവാചക സ്നേഹം നടക്കുന്നത്? ഇതാണ് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി പറയുമ്പോൾ അടുത്ത തിങ്കളാഴ്ച ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണ്. അതുകൊണ്ട് അന്ന് നമ്മളെല്ലാവരും ഒന്ന് നോമ്പ് നോൽക്കണം എന്ന് പറയുന്ന, അതിനൊരാഹ്വാനം ചെയ്യുന്ന ഒരു ഉത്തരവെങ്കിലും ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് നിങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? ഇതാണ് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. പല ആളുകളും പ്രവാചകൻ പഠിപ്പിച്ച റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നതിന് വ്യക്തമായ തെളിവാണ് സമൂഹത്തിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രവാചകൻ നമ്മോട് പറഞ്ഞത്? മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്റെ സുന്നത്തുകൾ ആരെങ്കിലും സ്വീകരിച്ചുകൊണ്ടാണ് എന്നോട് പിൻപറ്റുന്നതെങ്കിൽ അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടവൻ. എന്റെ സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടം കാണിക്കുന്നത് ആരോ അവരാണ് എന്നെ സ്നേഹിക്കുന്നവൻ. അങ്ങനെ എന്നെ സ്നേഹിച്ചാൽ ഫമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. അങ്ങനെ ആരെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ എന്നോടുകൂടി സ്വർഗത്തിൽ കടക്കുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതെങ്കിൽ സമൂഹം ഇന്ന് റൂട്ട് മാറിയാണ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. തങ്ങൾ എന്തൊക്കെയോ നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വിശ്വാസത്താലും എന്നൊരു വിചാരത്താലുമാണ് ആളുകൾ ഇങ്ങനെയുള്ള വിദഅത്തുകളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിനൊക്കെ എനിക്ക് പരലോകത്ത് നല്ല കൂലി കിട്ടുമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പല ആളുകളും ഇത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത്തരക്കാർ ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല ഒരായത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഓതിവെച്ച ആയത്ത്. സൂറത്തുൽ കഹ്ഫിന്റെ 103, 104 ആയത്തുകളിലായിട്ട് അല്ലാഹു തആല ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു താക്കീതായ ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം കൃത്യമായി സൂറത്തുൽ കഹ്ഫ് ഓതുന്ന ആളുകൾക്കൊക്കെ ആ ആയത്ത് നല്ലവണ്ണം പരിചയമുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മോട് ഒരു ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആയത്തിൽ അല്ലാഹു പറയുന്നത് ഇതാണ്: ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. സൂറത്തുൽ കഹ്ഫിൽ നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന ഒരു ആയത്താണത്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. തങ്ങൾ സമൂഹത്തോട് ചോദിക്കുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, അമലുകൾ ചെയ്ത് പരാജയപ്പെട്ട വിഭാഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ധാരാളം സൽപ്രവർത്തനങ്ങൾ എന്ന് കരുതിയിട്ട് ധാരാളം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സൽപ്രവർത്തനങ്ങളാണെന്ന് കരുതി ആ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളായി അവർ വിചാരിക്കുന്ന ആ സൽപ്രവർത്തനം ചെയ്തു, അവർ അത് കാരണം പരാജയത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത്. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് ആരാണ് അങ്ങനെയുള്ള ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ 104 ആയത്തായി പറയുന്നത്: അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ എന്നാണ് അല്ലാഹു തആല അതിനെക്കുറിച്ച് പറഞ്ഞത്. ആരാണ് ആളുകൾ അമലുകൾ ചെയ്ത് പരാജയത്തിലേക്ക് പോകുന്നു, സൽപ്രവർത്തനമാണെന്ന് കരുതിയിട്ട് അതിങ്ങനെ ചെയ്ത് അവസാനം പരലോകത്തെത്തുമ്പോൾ അത് പരാജയത്തിലേക്ക് മാറുന്നു. അങ്ങനെയുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹു തആല പറയുന്നു: അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ. ഈ ദുന്യവി ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങൾ മുഴുവൻ പാഴായിപ്പോയി. അവർ ധാരാളം സൽപ്രവർത്തനങ്ങളാണെന്ന് കരുതിയിട്ട് പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ പാഴായിപ്പോയി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന. അവർ വിചാരിച്ചത് അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരത് ചെയ്തു പോയത്. പക്ഷേ റൂട്ട് മാറി മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ച റൂട്ടിലൂടെ അല്ല പോയത്. അതുകൊണ്ട് അവരങ്ങനെ നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ റൂട്ട് മാറി അവർ സഞ്ചരിച്ചതുകൊണ്ട് പരാജയപ്പെട്ട വിഭാഗത്തിലാണ് അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടുക എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. സഹോദരന്മാരെ, ഗൗരവം നാം കൃത്യമായി കാണേണ്ടതുണ്ട്. ആലോചിച്ചു നോക്കൂ, നന്മയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് സമൂഹത്തിൽ
പല ആളുകളും പലതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രവാചകനോടുള്ള ഇത്തിബാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലതും പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിൽ സമൂഹത്തിൽ ആളുകൾ ചെയ്തു കൂട്ടുന്നത്. അവരെക്കുറിച്ച് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ സൂചന നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമലുകൾ ചെയ്ത മനുഷ്യൻ പരാജയത്തിലേക്ക് എത്തുന്നു. ധാരാളം അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ പരാജയത്തിലേക്ക് പോകുന്നു. എന്താ ഖുർആൻ അതിന്റെ കാരണം പറഞ്ഞത്? അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ. ഈ ദുന്യവീ ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങളൊക്കെ റൂട്ട് തിരിഞ്ഞാണ് പോയത്, വഴിതെറ്റിയാണ് പോയത്. പ്രവാചകൻ പഠിപ്പിച്ച മാർഗത്തിലൂടെ അവർ പോയില്ല. അതുകൊണ്ട് പരലോകത്ത് അവർക്ക് അമലുകളെല്ലാം പരാജയമായിട്ടാണ് മാറുക എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പല ആളുകളും സമൂഹത്തിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നല്ലതാണ് എന്ന് ഇസ്ലാമിൽ വിലയിരുത്തണമെങ്കിൽ നമുക്ക് നല്ലതായി തോന്നുക എന്നതല്ല അതിന്റെ മാനദണ്ഡം. ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതായി പരിഗണിക്കണമെങ്കിൽ പണ്ഡിതന്മാർ അതിന് 2 ഷർത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ 2 ഷർത്തുകളും ഒത്തെങ്കിലേ ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതായി തിരിയുകയുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നി ഇത് നല്ലതാണ് എങ്കിൽ അത് നല്ലത്, നമുക്കത് നല്ലതല്ലെങ്കിൽ എന്ന് തോന്നി എങ്കിൽ അത് നല്ലതല്ല എന്നതല്ല ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതായി പരിഗണിക്കുന്നതിന്റെ മാനദണ്ഡം. മറിച്ച് പണ്ഡിതന്മാർ ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതായി വരണമെങ്കിൽ, പരലോകത്ത് അതിന്റെ പ്രതിഫലവും കൂലിയും ഒക്കെ കിട്ടണമെങ്കിൽ പണ്ഡിതന്മാർ അതിന് 2 ഷർത്ത് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്ന്, ഒരു കാര്യം ഇസ്ലാമിൽ നല്ലതാവണമെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അത് ഇഖ്ലാസോടുകൂടി നിർവഹിക്കണം എന്നതാണ്. ഇഖ്ലാസ്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഖുർആൻ പറഞ്ഞതുപോലെ ഏത് കർമ്മമായാലും അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി നിർവഹിക്കുമ്പോൾ മാത്രമേ അത് പരലോകത്ത് ഉപകാരപ്പെടുകയുള്ളൂ, അത് സൽക്കർമ്മമായി മാറുകയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ രണ്ടാമത്തെ ഷർത്തായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മുതാബഅത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റിക്കൊണ്ടായിരിക്കണം അമലുകൾ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഡ്രസ് ഇല്ലാത്ത അല്ലെങ്കിൽ പ്രവാചകന്റെ സീലില്ലാത്ത ഏത് പ്രവർത്തനമായാലും സൽക്രമമായി അതിനെ വിലയിരുത്താൻ പറ്റുകയില്ല എന്നതാണ് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അഥവാ ഒന്ന് ഇഖ്ലാസാണ് അമലുകൾ നല്ലതാവുന്നതിന്റെ മാനദണ്ഡമെങ്കിൽ അതേ രൂപത്തിൽ മാനദണ്ഡമായി പണ്ഡിതന്മാർ പറയുന്നത് മുതാബഅത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോട് പിൻപറ്റിക്കൊണ്ടായിരിക്കണം അമലുകൾ ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു, പല അമാലുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ആ അമാലുകൾ ചെയ്യുന്നതൊക്കെ അങ്ങോട്ട് ബേക്കോട്ട് നമ്മൾ ചിന്തിച്ചാൽ അതൊക്കെ പ്രവാചകനും അനുയായികളും ചെയ്തതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. ഇങ്ങനെ അഡ്രസ്സുള്ള അമലുകൾ മാത്രമേ ഇസ്ലാമിൽ അത് നല്ലതായി അമലായി തീരുകയുള്ളൂ. അല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ നമുക്ക് നല്ലതാണ് എന്ന് വിചാരിച്ചതുകൊണ്ടൊന്നും അത് പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചത്, മഹാനായ പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ട് 3 ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ പ്രതിജ്ഞ എടുത്തത് എന്തായിരുന്നു? ഞാൻ ഇനി രാത്രി എന്നും നിസ്കരിക്കും, ഉറങ്ങാതെ നിസ്കരിക്കുമെന്നായിരുന്നു അയാൾ പ്രതിജ്ഞ എടുത്തത്. അയാളുടെ ഉദ്ദേശം നല്ലതാണ്. അയാൾ ഉദ്ദേശിച്ചത് എന്താ? അങ്ങനെ രാത്രി കുറേ സമയം ഉറങ്ങാതെ ഇബാദത്തെടുത്താൽ അത് അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, എനിക്ക് പരലോകത്ത് കൂടുതൽ കൂലി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അല്ലാതെ അദ്ദേഹം ഉറക്കൊഴിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല അദ്ദേഹം അത് പറഞ്ഞത്. മറിച്ച് അങ്ങനെ ഉറക്കൊഴിച്ചുകൊണ്ട് രാത്രി കൂടുതലായി ഞാൻ ഇബാദത്തെടുത്താൽ ആ ഇബാദത്ത് പരലോകത്ത് എനിക്ക് ഉപകാരപ്പെടുമെന്ന് ഉത്തമ വിശ്വാസത്തിന്റെയും ആ ബോധത്തിന്റെയും പേരിലാണ് അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിച്ചത്. പക്ഷേ പ്രവാചകന്റെ മറുപടി എന്താ? മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ഞാൻ നിങ്ങൾക്കൊരു ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു ഇസ്ലാം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഇസ്ലാമിന് അപ്പുറമായിട്ട് അതൊന്നും പോരാ എന്ന് കരുതിയിട്ട് നിങ്ങൾ വല്ലതും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനെ വിട്ടിട്ടാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നത് എങ്കിൽ അവരൊരിക്കലും എന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ പറ്റുകയില്ല എന്നാണ് അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെങ്കിൽ വിഷയത്തിന്റെ ഗൗരവം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നാം ആലോചിച്ച് നോക്കൂ. പലതും പ്രവാചക സ്നേഹത്തിന്റെ പേരിലാണ് ആളുകൾ ചെയ്തു കൂട്ടുന്നത്. മഹാനായ പ്രവാചകന്റെ കൽപ്പനയുണ്ടോ അല്ലെങ്കിൽ പ്രവാചകന്റെ സ്വഹാബത്ത് അത് ചെയ്തിട്ടുണ്ടോ എന്ന നോട്ടമൊന്നും ആളുകൾക്കില്ല. ആളുകൾക്ക് പാരമ്പര്യമായി ഞങ്ങളുടെ വാപ്പമാരൊക്കെ അങ്ങനെ ചെയ്തു എന്നൊരു ന്യായം പറയുക എന്നതല്ലാതെ അതങ്ങോട്ട് പ്രവാചകന്റെ അടുത്തേക്ക് മുട്ടുന്നുണ്ടോ എന്ന നോട്ടം
ആരും നോക്കാതെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ പ്രവാചകന്റെയോടുള്ള സ്നേഹം എന്ന പേരിൽ നാട്ടിലൊക്കെ വീടുകളിലൊക്കെ മൗലിദ് പാരായണം നടക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓരോ വീടുകളിലും ഈ റബീഉൽ അവ്വൽ മാസമായാൽ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് വീട്ടിലെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നിട്ട് തലയണ വെച്ച് അതിന്റെ മേൽ വെള്ള തുണിയൊക്കെ വിരിച്ചിട്ട് അതിന്മേൽ മൗലിദിന്റെ ആ പുസ്തകം മറച്ചു വെച്ചിട്ട് എന്തൊക്കെയോ പാടുകയും പറയുകയൊക്കെ ചെയ്യുന്നത് നമുക്കൊക്കെ കേൾക്കാൻ സാധിക്കും. എന്താണ് അതിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബഹുഭൂരിഭാഗവും ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന് ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ് അതിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ധാരാളം മൗലിദിന്റെ വരികളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇസ്ലാമിൽ അന്യമായ, ഇസ്ലാമിന് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ പ്രവാചകനിക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് നേരെ കടകവിരുദ്ധമായ ആശയങ്ങളാണ് മൗലിദുകളിലൂടെയും മാലകളിലൂടെയും ഒക്കെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ റസൂലുള്ളാഹി നമ്മോട് പഠിപ്പിച്ചത് എന്താ? കുൽ ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചെങ്കിൽ ആ പ്രവാചകന്റെ അധ്യാപനം സ്വീകരിക്കേണ്ട ആളുകൾ മൗലിദിലൂടെ മഹാനായ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൗലിദിൽ ധാരാളം വരികൾ അങ്ങനെ കാണാം. ഇർതകബതു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ധാരാളം തെറ്റുകൾ ഞാൻ ചെയ്തു പോയി നബിയെ, അതുകൊണ്ട് എന്റെ തെറ്റുകളിൽ ഞാൻ തങ്ങളോട് ആവലാതി പറയുകയാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടോട്ടിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ധാരാളം വരികൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഫജുദ് യാ റസൂലല്ലാഹി മിൻക ബിറഹ്മതി ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർബലു, തങ്ങൾ ഔദാര്യം ചെയ്യണം, ഈ ദോഷിയായ അടിമയോട് തങ്ങൾ ഔദാര്യം ചെയ്യണം. തങ്ങളുടെ കാരുണ്യമാകുന്ന ഔദാര്യം കൊണ്ട് ഈ ദോഷിയായ അടിമയോട് തങ്ങൾ കാരുണ്യം ചെയ്യണമെന്ന് പറഞ്ഞു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫഅഗ്ത്നി വഅജ്ർനി യാ മുജീറു മിനസ് സഗീർ, നബിയെ തങ്ങൾ എന്നെ സഹായിക്കണം, എനിക്ക് എന്നെ നരകത്തിൽ നിന്ന് അങ്ങ് രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നത്? കുൽ ഇന്നമാ അദൂ റബ്ബി എന്ന ആയത്ത് പഠിപ്പിച്ചു തരാൻ. ആയത്തിൽ പറയുന്നത് എന്താ? കുൽ നബിയെ തങ്ങൾ പറയുക, ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, എന്റെ മനസ്സറിഞ്ഞ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫലാ തദൂ മഅല്ലാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും ഞാൻ പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിനോടുകൂടെ മറ്റൊരാളോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. എന്നിട്ട് ആ ആശയം അംഗീകരിക്കാതെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും വിളിച്ചു പ്രാർത്ഥിക്കുന്ന രൂപത്തിലേക്കാണ് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലദീന ളല്ല സഅയും ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുന്യവി ജീവിതത്തിൽ റൂട്ട് മാറിപ്പോകുന്നുണ്ട് എന്ന് പറയാൻ കാരണം അത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? വമൻ അളല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ല, അള്ളാഹുവിന്റെ പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വഴിവേച്ചവൻ ആരാണുള്ളത്? അള്ളാഹു താല ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് മാത്രമേ സത്യവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇത് ലോകത്ത് തർക്കമില്ലാതെ പ്രവാചകന്മാർ മുഴുവൻ സമൂഹത്തിൽ പഠിപ്പിച്ച ആശയമാണ്. ആ ആശയങ്ങൾക്കൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ മൗലിദിന്റെയും മാലയുടെയും പേരിലൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ പലപ്പോഴും ഇതിന്റെ ഒന്നും അർത്ഥം അറിയാതെയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അർത്ഥമറിയുന്ന ആളുകൾ പോലും ഇതിന് ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് സഹോദരന്മാരെ നമ്മുടെ ഈമാനിന്റെ കാര്യം നാം വിലയിരുത്തേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അത് അല്ലദീന ളല്ല സഅയും ഫിൽ ഹയാത്തി ദുനിയ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ പ്രവാചകന്റെ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് പരലോകത്ത് നഷ്ടത്തിന് കാരണമാണ് എന്നാണ് കൃത്യമായി നാം തിരിച്ചറിയേണ്ടത്. അതുപോലെ ധാരാളം വാക്കുകൾ അങ്ങനെയുള്ള മൗലിദ് പോലത്തെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ധാരാളം കെട്ടുകഥകളും ഇസ്ലാമിന് അന്യമായ തത്വങ്ങളുമൊക്കെയാണ് അതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഭാഗത്ത് നമുക്ക് കാണാം വസ്തഗാത ബിഹി നൂഹ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
യോട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം സഹായം ചോദിച്ചതിന്റെ പേരിലാണ് നൂഹ് നബി അലൈഹിസ്സലാം അന്ന് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് മൗലിദിലൂടെ ആ മൗലിദ് രചിച്ച ആള് അല്ലെങ്കിൽ മൗലിദ് പാരായണം ചെയ്യുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം അക്കാലത്ത് മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്തു, അഥവാ മുഹമ്മദ് നബിയോട് സഹായം ചോദിച്ചതിന്റെ പേരിലാണ്. നൂഹ് നബി ജീവിച്ച കാലത്ത് മഹാനായ പ്രവാചകൻ ജീവിക്കുന്നില്ല. എന്നിട്ട് പോലും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിച്ചതിന്റെ പേരിലാണെന്ന് സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയും പാടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു വനജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. നൂഹ് നബി അലൈഹിസ്സലാം നമ്മോട് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നൂഹ് നബിക്ക് നാം രക്ഷ കൊടുത്തത് എന്ന് ഖുർആൻ പറയുമ്പോൾ മാലക്കാരൻ അല്ലെങ്കിൽ മൗലിദ് പാട്ടുകാരൻ പറയുന്നത് നൂഹ് നബി മുഹമ്മദ് നബിയോട് സഹായം ചോദിച്ചതുകൊണ്ടാണ് നൂഹ് നബി കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് മൗലിദിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി, കാരണമായി മൗലിദിൽ പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇബ്രാഹിം നബിയുടെ മുതുവിലുള്ളത് കൊണ്ടാണ് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനിച്ച് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് മഹാനായ റസൂലുള്ളാഹി ജനിക്കുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബിയുടെ മുതുവിലുള്ളത് കൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് മാലയിലൂടെ പച്ചയായിട്ട് കളവുകൾ സമൂഹത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ മൗലിദിലൂടെ പച്ചയായ കളവുകൾ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ തീനോട് നാം പറഞ്ഞു, തീയ നീ ബർദും വസലാം, രക്ഷയും സമാധാനവും തണുപ്പുമൊക്കെയായി മാറണമെന്ന് ഞാൻ തീയിനോട് പറഞ്ഞതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കരിക്കാതെ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതെന്ന് ഖുർആൻ പറയുമ്പോൾ ഇവരിങ്ങനെ മാലയിലൂടെ മൗലിദിലൂടെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച സമയത്ത് മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ തൗബ സ്വീകരിക്കാൻ മാലക്കാരൻ അല്ലെ മൗലിദുകാരൻ ന്യായം പറയുന്നത് അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. ആദം നബി അലൈഹി ഇസ്ലാം മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തതിന്റെ പേരിലാണ്, മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ ഇടയാളനാക്കി പ്രാർത്ഥിച്ചതിന്റെ പേരിലാണ് ആദം നബി അലൈഹി ഇസ്ലാം അന്ന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറക്കപ്പെട്ടത് എന്ന് മൗലിദിൽ ആളുകളുടെ ഇടയിൽ കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞതെന്താ? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. മഹാനായ ആദം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെയുള്ള ഒരു സന്ദർഭം വന്നപ്പോൾ റബ്ബിൽ നിന്നുള്ള ഒരു കലിമാത്തുകൾ കേൾക്കാൻ സാധിച്ചു. എന്തായിരുന്നു ആ കലിമത്ത്? ഖുർആൻ തന്നെ പറയുന്നു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറയുന്ന ആ വാക്ക് വെച്ചിട്ട് ആദം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന്റെ പേരിലാണ് അള്ളാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിക്ക് ആ വിട്ടുവീഴ്ച നൽകിയത് എന്ന് ഖുർആൻ പറയുമ്പോൾ മൗലിദുകാരൻ ആളുകളുടെ ഇടയിൽ കള്ളത്തരം പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ സമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ തെറ്റായ റൂട്ടിലേക്ക് നയിക്കാനുള്ള മുഴുവൻ പ്രചോദനങ്ങളും നൽകിക്കൊണ്ട് ആ റൂട്ടിലേക്ക് ആളുകളെ വലിച്ചുകൊണ്ടു പോകാനാണ് സമൂഹത്തിൽ ഇന്ന് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് സഹോദരന്മാരെ കൃത്യമായി നാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ പ്രവാചകൻ നമ്മോട് വിട പറയുന്ന സമയത്ത് പറഞ്ഞതെന്താ? തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹ. ഞാൻ നിങ്ങളെ ഒരു സുന്ദരമായ പ്രകാശമുള്ള ഒരു അവസ്ഥയിലാണ്, സുന്ദരമായ ഒരു മാർഗത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോയിട്ടുള്ളത്. ലൈലുഹാ കനഹാരിഹ, അതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. അത്രയും തെളിച്ചമുള്ള രാവാണ് അതെനിക്കുള്ളത്. രാത്രിയായാൽ പോലും പേടിക്കേണ്ടതില്ല. അതിന് മാത്രം സുന്ദരമായ തെളിച്ചമുള്ള ഒരവസ്ഥയിൽ, ഒരു മാർഗത്തിലാണ് ഞാൻ നിങ്ങളെ ഇട്ടുപോയത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ലാ യസിഉ അന്നാ ഇല്ലാ ഹാലിക്. അതിൽ നിന്നൊക്കെ തെറ്റിപ്പോവണമെങ്കിൽ നാശം പിടിച്ച ആളുകളല്ലാതെ,
അതിൽ നിന്നൊരിക്കലും തെറ്റിപ്പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ നമ്മോട് വിട പറഞ്ഞത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകന്റെ സുന്നത്തുകൾ കൃത്യമായി മനസ്സിലാക്കുകയും ആ പ്രവാചകന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അത് മനസ്സിലാക്കി ആ രൂപത്തിൽ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുക, അതാണ് പരലോകത്തെ രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ, ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ സമയത്ത് പോലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അതിനെ എതിർത്തുകൊണ്ട് പ്രവാചകൻ അവരെ ഉത്ബോധിപ്പിച്ചത് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് തീർത്തും നിങ്ങളത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിലക്കിയതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. റുബയ്യ ബിൻത് മുഅവ്വിദ് എന്ന് പറയുന്ന അൻസാരി വനിത, സഹാബികളിൽപ്പെട്ട ഒരു വനിതയായ ആളായിരുന്നു റുബയ്യ ബിൻത് മുഅവ്വിദ് എന്ന് പറയുന്നത്. മഹദി പറയുകയാണ്, ആ മഹദിയുടെ കല്യാണ ദിവസം, റുബയ്യ ബിൻത് മുഅവ്വിദിന്റെ കല്യാണ ദിവസം ചില പെൺകുട്ടികൾ ആ കല്യാണ ദിവസത്തിൽ അവിടെ വെച്ച് ദഫ്മുട്ടി പാട്ട് പാടുന്നുണ്ട്. ദഫ്മുട്ടി പാട്ട് പാടുന്ന ആ കല്യാണ സദസ്സിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വരികയാണ്. അപ്പൊ ഇവർ പാട്ട് പാടുന്നത് ബദറിൽ ഇവരുടെ പൂർവ്വ പിതാക്കളൊക്കെ പങ്കെടുത്തിട്ട്, ഇവരുടെ വലിയപ്പമാരും ഇവരുടെ പിതാക്കളുമൊക്കെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് നല്ല ധീരതയും നല്ല രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ബദർ യുദ്ധത്തിൽ കാഴ്ചവെച്ചിരുന്നു. ആ കാഴ്ചവെച്ചതിനെ വർണ്ണിച്ചുകൊണ്ട്, ഇവരുടെ പിതാക്കളെ വർണ്ണിച്ചുകൊണ്ട് നല്ല പാട്ടുകളാണ് ആ പെൺകുട്ടികൾ അവിടെ കല്യാണ സദസ്സിൽ വെച്ച് പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പാടുന്ന സമയത്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുബയ്യന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വരുന്ന സമയത്ത് ആ പ്രവാചകനെ കണ്ട ഉടനെ ആ പെൺകുട്ടികൾ ഒരു പാട്ട് പാടാൻ തുടങ്ങി. വഫീന നബിയുൻ യഅലമു മാ ഫി ഓദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെണ്ണുങ്ങൾ ആ പാട്ട് പാടിയത്. വഫീന നബിയുൻ യഅലമു മാ ഫി ഓദി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന് നാളെ നടക്കാൻ പോകുന്ന അദൃശ്യ കാര്യങ്ങളൊക്കെ അറിയും എന്ന അർത്ഥം വരുന്ന ഒരു പാട്ടാണ് ആ കുട്ടികൾ പാടിയത്. വഫീന നബിയുൻ യഅലമു മാ ഫി ഓദി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന് നാളെ നടക്കാൻ പോകുന്ന അദൃശ്യ കാര്യങ്ങളൊക്കെ അറിയും എന്ന അർത്ഥത്തിൽ വരുന്ന ആ പാട്ട് പാടേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, മക്കളെ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പാടരുത്. നിങ്ങൾ ഇതുവരെ പാടിയത് തന്നെ നിങ്ങൾ പാടിയാൽ മതി. ഇങ്ങനെയുള്ള വരികൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിച്ചു പോകരുത്. കാരണം എന്ത്? അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയത്തിനെതിരായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുമെന്ന് പ്രവാചകനെ കുറിച്ച് പറയൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയത്തിനെതിരാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതെന്താ? ഖുല്ലാ യഅലമു മാ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ലാ യഅലമു മാ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമിയിലുള്ള അദൃശ്യങ്ങൾ അറിയാൻ അല്ലാഹുവിനിക്കല്ലാതെ ഒരു കുട്ടിക്കും സാധ്യമല്ല എന്ന സന്ദേശം തങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്, അത് പഠിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തആല പറഞ്ഞയച്ചത്. എന്നിട്ട് ആ റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് പാടുന്നു. എന്താ പാടിയത്? നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പാടിയപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവിടെ തന്നെ തിരുത്തി കൊടുക്കുന്നു. എന്തുകൊണ്ട്? പ്രവാചകൻ അങ്ങനെ അദൃശ്യം അറിയുന്ന ആളല്ല. അദൃശ്യം പ്രവാചകൻ പലപ്പോഴും അറിഞ്ഞിട്ടുള്ളത് അല്ലാഹു തആല എപ്പോഴാണോ പ്രവാചകനിക്ക് അറിയിച്ചു കൊടുക്കുന്നത്, ആ അറിയിച്ചു കൊടുക്കുന്ന സമയത്തിൽ മാത്രമാണ് പ്രവാചകൻ അദൃശ്യങ്ങൾ അറിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം, വലൗ കുന്തു അഅലമുൽ ഗൈബ് ലസ്തക്തർതു മിനൽ ഖൈർ.
എനിക്കെങ്ങാനും യഥേഷ്ടമായി അദൃശ്യം അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ ലസ്തക്തർതു മിനൽ ഖൈർ, ധാരാളം ഖൈറുകൾ എനിക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു. മാത്രവുമല്ല ഉമാ മസ്സനിയസു, എന്നെ ഒരു തിന്മയും ബാധിക്കുകയില്ല. എനിക്ക് അദൃശ്യ കാര്യങ്ങൾ ഇഷ്ടം പോലെ അറിയാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഒരു തിന്മയും എന്നെ ബാധിക്കുമായിരുന്നില്ല. ഞാൻ തായിഫിലേക്ക് പോയിട്ട് എനിക്ക് ഏറെ ഏൽക്കേണ്ടി വന്നത്, ഞാൻ തായിഫിലെത്തിയാൽ അവരെന്നെ എറിയുമെന്നുള്ള ആ അവസ്ഥ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇതിനെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്, ഒമാ മസ്സനിയസു, എനിക്കൊരു തിന്മയും എന്നെ ബാധിക്കുമായിരുന്നില്ല. എന്നെ തിന്മകൾ ബാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് അദൃശ്യങ്ങൾ അറിയാൻ കഴിയാത്തതിന്റെ പേരിൽ പല സ്ഥലത്തും ഞാൻ പ്രയാസത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള ഇല്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ പാടിപ്പുകഴ്ത്തരുത് എന്ന് ആ കുട്ടികളോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചെങ്കിൽ, സഹോദരന്മാരെ, ആ കുട്ടികളുടെ വിവേകം പോലും ഇല്ലാതെയാണ് ഇന്ന് സമൂഹത്തിൽ പലതും പ്രവാചകനെ കുറിച്ച് ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഇസ്ലാമിന് നിരക്കാത്ത, അല്ലെങ്കിൽ മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായ ആശയങ്ങളാണ് മൗലിദിന്റെയും മാലയുടെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആചാരത്തിന്റെയും പേരിലൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ കൃത്യമായി നമ്മൾ സംരക്ഷിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ റൂട്ടിൽ കൃത്യമായി നമ്മൾ സഞ്ചരിക്കാൻ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മളൊക്കെ പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പല ആളുകളും നമ്മെക്കുറിച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിലൊന്നും നാം സങ്കടപ്പെടേണ്ടതോ വിഷമിക്കേണ്ടതോ ഇല്ല. കാരണം നമുക്കൊരു നേതാവുണ്ട്. ആരാണ് നമ്മുടെ നേതാവെന്ന് ചോദിച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നേതാവ് എന്താണോ കൽപ്പിച്ചത്, ആ നേതാവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ ജീവിതം ആ രൂപത്തിലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് നാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ആ മഹാനായ പ്രവാചകന്റെ ശുപാർശ നമുക്കുണ്ടാകുമെന്നത് തീർച്ചയുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിലേക്ക് അടുക്കാനും പ്രവാചകൻ കൽപ്പിച്ച ബിദ്അത്തുകളൊക്കെ സമൂഹത്തിൽ നിന്ന് കൈയൊഴിക്കാനും പരമാവധി നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം ഓർമ്മപ്പെടാനുള്ളത്, മലപ്പുറത്ത് വെച്ച് അടുത്ത 29-ാം തീയതി കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിൽ വകുപ്പ് ഏത് രൂപത്തിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരാണെങ്കിലും ആ അധ്യാപകരാണ് നമ്മുടെ ഭാവി തലമുറയുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്നവർ അധ്യാപകരാണ്. അതുകൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അവർക്ക് എന്തൊക്കെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ആവശ്യമായത് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ നൽകുന്ന പല ക്ലാസുകളും പെരിന്തൽമണ്ണയിൽ അടുത്ത 29-ാം തീയതി വെച്ച് നടക്കുന്ന ആ കോൺഫറൻസിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അധ്യാപകരായിട്ടുള്ള ആളുകൾ ആരൊക്കെയുണ്ടെങ്കിൽ, അത് ഇന്ന വിഭാഗം എന്നൊന്നുമില്ല, ആരായാലും അധ്യാപകരായി ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും ആ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഭാവിയിൽ വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല രൂപത്തിൽ അവരെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് ഒരു വെളിച്ചം നൽകുന്ന ക്ലാസുകളും മറ്റും നടക്കുന്ന ഒരു കോൺഫറൻസ് ആണത്. അതിൽ പങ്കെടുക്കാൻ എല്ലാവരും അങ്ങനെയുള്ള അധ്യാപകരൊക്കെ തയ്യാറാവുക. അതിനുള്ള രജിസ്ട്രേഷൻ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഇവിടെ ഈ പള്ളിയുടെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പേര് രജിസ്റ്റർ ചെയ്ത് കൃത്യമായി അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ധാരാളം നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ അതൊരു പരലോകത്ത് നമുക്ക് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ വളർന്നു വരുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലം നമുക്കും പരലോകത്ത് ലഭിക്കാനുള്ളതാണ്. അത് ലഭിക്കാനുള്ള മാർഗദർശനം നൽകുന്ന രൂപത്തിലുള്ള ക്ലാസുകളൊക്കെയാകും അവിടെ നടക്കുക. അപ്പോൾ ആ ചാൻസ് നഷ്ടപ്പെടുത്താതിരിക്കാൻ അധ്യാപകർ പ്രത്യേകം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ മുന്നോട്ട് പോവാൻ, അങ്ങനെയുള്ള നൽകാര്യങ്ങളിലെല്ലാം പങ്കാളികളാവാൻ നാം ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ അടുത്ത അയൽവാസിയായി ജീവിച്ചിരുന്ന മൊയ്തീൻകുട്ടി ഡോക്ടർ മരണപ്പെട്ടത് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. നമ്മുടെ ഈദ്ഗാഹിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന്റെ സ്ഥലം നമുക്ക് സൗകര്യം ചെയ്തു തന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും പരലോകത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന് മാപ്പ് ചെയ്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.